കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനോടനുബന്ധിച്ച് ഉയർന്ന വ്യാജ കാർഡ് നിർമ്മാണ ആരോപണം വൻ നിയമ പോരാട്ടത്തിലേക്ക്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെതിരെ CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് വക്കീൽ നോട്ടീസ് അയച്ചു. പ്രമുഖ അഭിഭാഷകൻ K വിശ്വൻ മുഖേനയാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിനെ കേന്ദ്രീകരിച്ച വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിക്കുന്നു എന്ന KC വേണുഗോപാലിന്റെ പരസ്യ പ്രസ്താവനയാണ് നിയമ നടപടിക്ക് ആധാരം. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച പാർട്ടിയെയും നേതാക്കളെയും അപകീർത്തിപ്പെടുത്തിയെന്നാണ് CPIMന്റെ വാദം. നേരത്തെ ഈ വിഷയത്തിൽ KPCC തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പരാതി നൽകിയിരുന്നു. പയ്യന്നൂരിലെ പാർട്ടി ഓഫീസിൽ സമാന്തര സംവിധാനം ഒരുക്കി വ്യാജരേഖകൾ ചമയ്ക്കുന്നുവെന്നായിരുന്നു കോൺഗ്രസ് ആരോപണം. ഇതിന്റെ ഗൗരവം കണക്കിലെടുത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡെപ്യൂട്ടി കളക്ടറോട് വിശദമായ റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ 3ാം നിലയിൽ രഹസ്യമായി വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിക്കുന്നുണ്ടെന്നായിരുന്നു KC വേണുഗോപാൽ ഉന്നയിച്ച ഗുരുതരമായ ആരോപണം. കള്ളവോട്ട് ലക്ഷ്യമിട്ടാണ് ഈ നീക്കമെന്നും തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ CPIM ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. പരാജയ ഭീതിയിൽ നിൽക്കുന്ന CPIM തങ്ങളുടെ പഴയകാല തന്ത്രങ്ങൾ വീണ്ടും പുറത്തെടുക്കുകയാണെന്ന് വേണുഗോപാൽ കുറ്റപ്പെടുത്തി. ശാസ്ത്രീയമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഈ പ്രസ്താവനയ്ക്കെതിരെയാണ് KK രാഗേഷ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുമെന്ന് ഉറപ്പായപ്പോൾ UDF നുണപ്രചാരണങ്ങൾ അഴിച്ചുവിടുകയാണെന്ന് CPIM ആരോപിക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന KC വേണുഗോപാലിനെ പോലെ നേതാവ് തെളിവുകളില്ലാതെ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചത് രാഷ്ട്രീയ പാപ്പരത്വമാണെന്ന് പാർട്ടി നേതൃത്വം വിശ്വസിക്കുന്നു. CPIM നേതൃത്വം നിലവിൽ വിറളി പൂണ്ടിരിക്കുകയാണെന്നായിരുന്നു വേണുഗോപാലിന്റെ മറ്റൊരു പരാമർശം. TP ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ ഓർമ്മിച്ചുകൊണ്ടാണ് CPIM തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നതെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. ഇത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയായി. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഗൂഢാലോചനയും അക്രമ രാഷ്ട്രീയവും വീണ്ടും ചർച്ചയാക്കി തിരഞ്ഞെടുപ്പിൽ വോട്ട് നേടാനുള്ള കോൺഗ്രസ് തന്ത്രമാണിതെന്ന് CPIM കരുതുന്നു. ജനമനസ്സുകളിൽ ഭീതി പടർത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് വേണുഗോപാൽ ശ്രമിക്കുന്നതെന്ന് വക്കീൽ നോട്ടീസിൽ സൂചിപ്പിക്കുന്നു. പയ്യന്നൂരിലെ പാർട്ടി ഓഫീസ് വർഷങ്ങളായി സുതാര്യമായാണ് പ്രവർത്തിക്കുന്നതെന്നും അവിടെ വ്യാജ കാർഡ് നിർമ്മാണ കേന്ദ്രമുണ്ടെന്ന ആരോപണം അസംബന്ധമാണെന്നും KK രാഗേഷ് പറഞ്ഞു. ആരോപണം തെളിയിക്കാൻ വേണുഗോപാലിനെ അദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്തു. മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പ്രസ്താവന പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ കടുത്ത നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് CPIM തീരുമാനം. സിവിൽ ക്രിമിനൽ നടപടികൾ KC വേണുഗോപാൽ നേരിടേണ്ടി വരുമെന്ന് നോട്ടീസിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കണ്ണൂരിലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആയുധമാക്കാൻ കോൺഗ്രസിന് ലഭിച്ച വലിയൊരു വിഷയമായിരുന്നു വ്യാജ കാർഡ് ആരോപണം. എന്നാൽ ഇത് നിയമപരമായി നേരിടാൻ തീരുമാനിച്ചതോടെ രാഷ്ട്രീയ പോരാട്ടം കോടതി മുറിയിലേക്കും നീങ്ങുമെന്ന് ഉറപ്പായി. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റിപ്പോർട്ട് ഈ കേസിൽ നിർണായകമാകും. ഡെപ്യൂട്ടി കളക്ടർ നൽകുന്ന റിപ്പോർട്ടിൽ വ്യാജ കാർഡ് നിർമ്മാണത്തിന് തെളിവുകൾ ഇല്ലെങ്കിൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും. എന്നാൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ CPIM പ്രതിരോധത്തിലാകും. പയ്യന്നൂർ പോലൊരു പാർട്ടി ഗ്രാമത്തിൽ ഇത്തരം ആരോപണങ്ങൾ ഉയരുന്നത് കേഡർ സംവിധാനത്തെയും ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് നേതൃത്വം ഉടൻ തന്നെ മറുപടിയുമായും നിയമ നടപടികളുമായും രംഗത്തെത്തിയത്. വൈകാരികമായ പ്രസംഗങ്ങൾ കൊണ്ട് രാഷ്ട്രീയ സാഹചര്യം മാറ്റാനാണ് വേണുഗോപാൽ ശ്രമിക്കുന്നതെന്നാണ് ഇടതുപക്ഷം പറയുന്നത്. കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും കള്ളവോട്ട് ആരോപണം കണ്ണൂരിൽ സജീവമായിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഈ വ്യാജ ആധാർ കാർഡ് വിവാദവും ഉടലെടുത്തിരിക്കുന്നത്. തിരിച്ചറിയൽ രേഖകൾ അട്ടിമറിക്കാൻ സാങ്കേതിക വിദ്യ ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് UDF നേതാക്കളുടെ പ്രധാന പരാതി. തന്റെ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് KC വേണുഗോപാൽ. താൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നും അട്ടിമറി നീക്കങ്ങളെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഏത് നിയമ നടപടിയും നേരിടാൻ തയ്യാറാണെന്ന സൂചനയാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ നൽകുന്നത്. TP വധക്കേസിനെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് വലിച്ചിഴച്ചത് CPIMനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കോടതി വിധി വന്നതിന് പിന്നാലെ പഴയ മുറിവുകൾ ഓർമ്മിപ്പിക്കുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന് KK രാഗേഷ് ആരോപിച്ചു. സമാധാനപരമായ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് കോൺഗ്രസ് ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ ഇത്തരം ആരോപണ പ്രത്യാരോപണങ്ങൾ വോട്ടർമാരെയും സ്വാധീനിക്കും. വ്യാജ കാർഡ് നിർമ്മാണ കേന്ദ്രം എന്ന പേരിൽ പാർട്ടി ഓഫീസിനെ ചിത്രീകരിച്ചത് വോട്ടർമാരിൽ തെറ്റായ ധാരണ ഉണ്ടാക്കുമെന്നാണ് CPIMന്റെ ഭയം. അത് തടയാനാണ് വക്കീൽ നോട്ടീസ് എന്ന പെട്ടെന്നുള്ള നീക്കം. പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിനെതിരെയുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പാർട്ടി പ്രവർത്തകർ പറയുന്നു. KC വേണുഗോപാലിനെ പോലെയുള്ള ഉന്നതരായ നേതാക്കൾ നേരിട്ട് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് അവരുടെ വാദം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെ ഈ വിവാദത്തിന് ഒരു വ്യക്തത വരും. അതിനിടയിൽ വക്കീൽ നോട്ടീസ് ലഭിക്കുന്നതോടെ KC വേണുഗോപാൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത്. കണ്ണൂരിലെ തിരഞ്ഞെടുപ്പ് ചിത്രം കൂടുതൽ സംഘർഷഭരിതമാവുകയാണ്. നിയമപരമായും രാഷ്ട്രീയമായും ഈ പോരാട്ടം മുറുകുമെന്ന് ഉറപ്പാണ്. ഓരോ വോട്ടും നിർണായകമായ തിരഞ്ഞെടുപ്പിൽ ഇത്തരം ഗൗരവകരമായ ആരോപണങ്ങൾ ആരെ തുണയ്ക്കുമെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. വ്യാജ കാർഡ് വിവാദം പയ്യന്നൂരിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ പുതിയൊരു അധ്യായമായി മാറിക്കഴിഞ്ഞു.